ചോറ് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Arpita, good afternoon, Arpita. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ക്യാൻ ആണ് എടുത്തിരുന്നത് അല്ലേ? ക്യാനും കുഡും എടുത്തിരുന്നത്. സോ നമുക്കിനി ടെൻസ് പഠിക്കാം. കാരണം ക്യാൻ എന്നൊക്കെ പറയുമ്പോൾ കുഡ് പാസ്റ്റ് ആണ്. സോ നിങ്ങൾ ആദ്യം ടെൻസ് ഒന്ന് പഠിച്ചിട്ട് നമുക്കിനി മോഡൽ വെർബിലേക്ക് പോവാം. ഓക്കെ മാം. ഓക്കെ, ഫസ്റ്റ് ടെൻസ് നോക്കാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആക്റ്റീവ് അല്ലേ എല്ലാവരും? Yes, ma'am. കാരുണ്യ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ഇല്ല മാം, കഴിഞ്ഞ ക്ലാസ് ഞാൻ ആബ്സെന്റ് ആയിരുന്നു. നോട്ടൊക്കെ എഴുതിയായിരുന്നോ? നോട്ടൊക്കെ പിന്നെ ചെയ്യുമ്പോ ചോദിച്ചിരുന്നോ അതിനടുത്തും? ഇല്ല, ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് എഴുതാന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ടെൻസ് പഠിക്കാം. എന്താ ടെൻസ്? എന്താണ്? എത്ര ടെൻസ് ഉണ്ട്? ഏതൊക്കെ ടെൻസ് ഉണ്ട് പറയൂ. Past tense, present tense, future tense. Past, present, future. ഓക്കെ, അതില് 4 types of actions ഉണ്ട്. ഏതൊക്കെയാണ്? Did that. പാസ്റ്റില് വേറെ ആക്ഷൻസ് ഇല്ലേ? സിമ്പിൾ past perfect അങ്ങനെ. Simple tense, past perfect, past present. Past perfect continuous. Present continuous, present continuous, present perfect continuous. Yeah, simple, continuous, perfect continuous. ഇങ്ങനെ 4 എണ്ണം. ഓക്കെ, അപ്പൊ പാസ്റ്റ് എന്താണ്? സോറി, tense. What are tense? Tense in English or tell us about the time of an action. അല്ലെ, ടൈം ആണെന്ന് പറയാം. ടെൻസ് എന്ന് പറയും, ടൈം ആണെന്ന് പറയാം. എന്താ? എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. Please mute yourself. Okay. അപ്പൊ എന്താ ടൈം ആണെന്ന് പറയാൻ കാരണം എന്താ? നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പോ ഒന്നില്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോ നടക്കുന്ന കാര്യമായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്നതായിരിക്കും സംസാരിക്കുക. അപ്പൊ അതിനൊരു ടൈം ഉണ്ടല്ലേ? അപ്പൊ ആ ടൈമിനനുസരിച്ചാണ് നമ്മൾ ആ ടെൻസ് യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ടെൻസ് ഈസ് ഈക്വൽ ടു ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പാസ്റ്റ് എന്താണ്? പാസ്റ്റ് എന്താണ്? Which is already finished. Past means which is already finished. So yesterday, 2 days ago, last month. Alle, these time beats are in the past. Okay, clear? Yes, ma'am. Yeah. Next one is present. Present is right now. Alle, happening right now. So now, today, this moment, this years, this month. Okay. The last one, future tense. Alle, future which is yet to begin. Alle, വരാൻ പോകുന്നത്, begin, തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ പറയാനാണ്, ഭാവിയെ കുറിച്ച് പറയാനാണ് future tense യൂസ് ചെയ്യാം. So tomorrow, next month, next week, next year. Correct? Yes, ma'am. Then എന്താണ്? actions അല്ലേ? actions of 4 types of actions ഉണ്ട്. simple എന്താണ്? അതാ പറയുന്ന പോലെ തന്നെ സിമ്പിൾ അല്ലെ? ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുകയാണെങ്കിൽ ആ ടൈപ്സ് ആ യൂസ് ചെയ്യാം. ഓക്കെ, ഐ ഡാൻസ് എക്സാമ്പിൾസ് ആണ്. ഐ ഡാൻസ്, ഹി റൺസ്, ഷി വാക്സ്. കണ്ടോ? അതൊക്കെ ആ സിമ്പിൾസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ തന്നെ എന്താ? അത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെ? നൗ ഐ എം ടീച്ചിങ് അല്ലെ? ഐ എം ടീച്ചിങ്, യു ആർ ലേണിംഗ്, ഷീസ് റൈറ്റിംഗ്. ഇതൊക്കെ എന്താ? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയുന്നതാണ് എന്ത്? കണ്ടിന്യൂസ്ലി വരാം. പെർഫെക്റ്റ് ആണെങ്കിലോ? പെർഫെക്റ്റ് മീൻസ് സംതിങ് ദാറ്റ് ഇസ് കംപ്ലീറ്റ് അല്ലെ? സംതിങ്
ദാറ്റ് ഈസ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ആയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് പെർഫെക്റ്റ് ആയി യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്, അല്ലെ, വി ഹാവ് ഗോൺ ഫോർ എ വർക്ക്, മൈ മദർ ഹാസ് കട്ട് ഹർ ഫിംഗർ, അല്ലെ, ഒരു കംപ്ലീറ്റ് ആയ കാര്യങ്ങളാണ് പെർഫെക്റ്റ്ലി വരാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താ, പാസ്റ്റിൽ നടന്നൊരു കാര്യം അത് പ്രസന്റിലും അതിനെ കുറിച്ച് ഉണ്ടാവും. മനസ്സിലായോ? അതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് വന്നതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മള് പൊതുവെ യൂസ് ചെയ്യാറില്ല, നമ്മൾ സംസാരിക്കുമ്പോഴായാലും യൂസ് ചെയ്യാറില്ല. നമ്മൾ അങ്ങനെ ദിസ് ടെൻസ് ഈസ് വെരി റെയർലി യൂസ്, വെരി റെയർലി. ഓക്കെ, അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. ഓക്കെ, അതിപ്പോ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലാണെങ്കിലും ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ നോക്കുന്നില്ല. ബാക്കി മൂന്നാണ് നമ്മൾ പഠിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ് മാം. ഷോർട്ടായി എന്ന് പറഞ്ഞതാണ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ നോക്കൂ, പ്രസന്റില് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇതില് നാലാമത്തത് നമ്മൾ നോക്കുന്നില്ല. അതേപോലെ തന്നെ പാസ്റ്റില് പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ദെൻ നാലാമത്തത് ഫോർത്ത് വൺ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടോ, ഈ ലാസ്റ്റ് എല്ലാത്തിനെയും ഫോർത്ത് വൺ നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ യൂസേജ് വളരെ കുറവായതിന്. ഫസ്റ്റ് നമ്മള് പ്രസന്റ് നോക്കാം, അല്ലെ. പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ, അല്ലെ, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് പ്രസന്റിൽ വരാം. സോ അത് ഏതാണ്? പ്രസന്റ് സിമ്പിൾ പ്രസന്റ് നോക്കാം ഫസ്റ്റ്. അപ്പൊ നോട്ട് എടുക്കുക എല്ലാവരും. ടേക്ക് യുവർ നോട്ട്ബുക്ക് and write down the heading simple present. Simple present. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാഷ്വലി ഇപ്പൊ സംസാരിക്കുന്നത്, ഇപ്പൊ ക്ലാസ് എടുക്കുന്നതൊക്കെ എന്താ, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ടെൻസ് ആണ്. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇന്ററാക്ട് ചെയ്യാനായി യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ആണ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ write down the example. I drink tea. എന്താ മീനിങ് എന്താ പറയാ? ഞാൻ ചായ കുടിക്കുന്നു. ഞാൻ ചായ കുടിക്കുന്നു, പ്രസന്റ് ആണ്, അല്ലെ. നെക്സ്റ്റ്, we go to the gym. ഇതെല്ലാം എന്താ, സിമ്പിൾ പ്രസന്റ് ആണ്, അല്ലെ. അതിന്റെ സ്ട്രക്ചർ നോക്കി, ഇവിടെ ഒരു വേർഡിൽ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാ വരിക? എസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. സോ സ്ക്രീനിൽ നോക്കിയാലോ, സ്ക്രീനിൽ. അപ്പൊ സബ്ജക്ട് പ്ലസ് V1, അല്ലെ. V1 മീൻസ് ബേസ് ഫോം ഓഫ് വേർബ്, അല്ലെ. വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് V1 ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ സബ്ജക്ട് I, you, we, they ആണെങ്കിൽ V1 ഫോം യൂസ് ചെയ്യാം. അതുപോലെ he, she, it ആണെങ്കിലും V1 ഫോം യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ രണ്ട് I, you, we, they. ഓക്കെ, I, you, we, they എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. പ്ലൂറൽ ആണ്. യു പറയുന്നത് വരും. ഐ നിങ്ങൾ നോക്കണ്ട. ഐക്ക് എപ്പോഴും ആ ഒരു പ്ലൂറൽ ഇതാ വരാം. സിംഗുലർ ആണെങ്കിലും അതിന്റെ പ്ലൂറൽ ഫോമാ വരാം. ഓക്കെ, അതാണ് അവരാ ഒരു ഗ്യാങ് ആയിട്ട് പറയുന്നത്. I, you, we, they എന്നുള്ള ഗ്യാങ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. he, she, it ആണെങ്കിലോ സിംഗുലർ ആണ്. സോ I, you, we, they വരുമ്പോൾ വേർബ് എന്തായിട്ട് വരാം? ഫസ്റ്റ് I, you, we, they വരുമ്പോ സബ്ജക്റ്റിൽ അത് വരുമ്പോ വേർബ് സിംഗുലർ ആയിരിക്കും പ്ലൂറൽ ആയിരിക്കും? പ്ലൂറൽ ആയിരിക്കും. പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ.
പ്ലൂറൽ ആയിരിക്കും. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് എന്താണ്? പ്ലൂറൽ ആയിരിക്കും. ഹി ഷീ ഇറ്റ് എന്ന് പറഞ്ഞ സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. അതൊരു എക്സാമ്പിൾ പറഞ്ഞേ. They plays cricket. They Plays play ചെയ്യുന്നു. they play. Okay. Okay. Play. First play എന്ന് പറയുന്നതാണ് അവിടെ പ്ലൂറൽ വരാം. അതിന്റെ കൂടെ സിംഗുലറിന്റെ കൂടെ എസ് ചേർക്കല്ലേ മിസ് ചെയ്യാ? എന്തോ സിംഗുലറിന്റെ കൂടെ സിംഗുലർ വെർബ് ആണെങ്കിൽ എസ് ചേർക്കല്ലേ? പ്ലേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. പ്ലേസ് എന്ന് പറയുമ്പോൾ എസ് ആഡ് ചെയ്യുമ്പോൾ അത് സിംഗുലർ ആവും. സോ IUV ആണ് വരുന്നെങ്കിൽ പ്ലേ പറയണം. ഓക്കെ, പ്ലേ. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ പ്ലേസ് പറയണം. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ IUV ഉപയോഗിക്കും വരുമ്പോ ഡു ആണ് യൂസ് ചെയ്യാം. ഡു. Okay. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഡസ്. ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. IUV ആണെങ്കിൽ ഡു. IUV ഹൈഫൺ ഡു എഴുതാം. ഹി ഷീ ഇറ്റ് ഹൈഫൺ ഡസ് എഴുതാം. കഴിഞ്ഞോ? Yes, ma'am. യെസ്. അപ്പോ നമ്മളിപ്പോ സിമ്പിൾ പ്രസന്റ് പറയുന്നത് വേണമെങ്കിൽ ഇത് പോയിന്റ് ആയിട്ട് എഴുതാം. ഞാനത് റൂൾ ആയിട്ടാ പറയുന്നത്. കുറച്ച് റൂൾസ് പോലെ പറയുന്നത്. അത് മേലെ റൂൾ അല്ല, ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ റൂൾസ് ആക്കി പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിന്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞ് പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഞാനിവിടെ ഓരോ റൂൾസ് ആയിട്ടാ പറയുന്നത്. അപ്പോ എഴുതാ റൂൾ നമ്പർ 1 or point number 1 as you wish. എഴുതി കൊടുക്കാം. റൂൾ നമ്പർ 1 ഏതാ? present simple tense is used for present simple tense is used for present simple tense is used for general statement universal truth, habits, and fact, FACT, facts, FACTS, facts. Present simple tense is used for general statement, universal truth, habits, and facts. Clear? എഴുതി കഴിഞ്ഞോ? Yes, ma'am. മാം. Yeah, meaning പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റിന് ഇപ്പൊ ഐ ഡ്രിങ്ക് ടീ എന്നൊക്കെ പറയുന്ന അതിന്. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഒക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അവിടെ. പിന്നെ ഹാബിറ്റ്സ് ഐ ഡാൻസ് അങ്ങനെയാണ്. അങ്ങനത്തെ ഒക്കെ I read book. I read book every day പറയും. Every day. Okay, clear. ആരാ പറഞ്ഞു ഇത്രയും നന്നായിട്ട്? Jittu Vijay. Yeah, ജിത്തു വിജയൻ. Good, very good. അപ്പൊ എനിക്ക് പകുതി പണി കുറഞ്ഞു. അപ്പൊ ജിത്തു പറഞ്ഞുതരും എല്ലാവർക്കും. ഓക്കെ, എക്സാമ്പിൾ ചെയ്തിക്കോളൂ. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ എഴുതൂ. എന്താണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയൂ? പറയൂ. I'm a teacher. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, Okay. യു ആർ എ സ്റ്റുഡന്റ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ? എല്ലാവരും കോമൺലി നമ്മൾ പറയുന്നതല്ല അതൊക്കെ. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയും. ഇപ്പോ ജിത് പറഞ്ഞ പോലെ നെക്സ്റ്റ് ഏതാ? യൂണിവേഴ്സൽ ട്രൂത്ത്. അതെന്താണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രപഞ്ച സത്യമാണ് അല്ലെ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്.
Next one is water boils at 100 degrees Celsius. Water boils at 100 degrees Celsius. Clear? Yes, ma'am. Yes. കുറച്ച് എക്സാമ്പിൾസ് സ്ക്രീനിൽ നോക്കൂ, അവിടെ കൊടുത്തിട്ടുണ്ട്. I go for a walk every day. അതൊരു ഹാബിറ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് the sun rises in the east എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. We usually get home by 5 p.m. അതൊരു ഹാബിറ്റ്സ് ആണ് പറയാം. The meeting begins at 10 a.m. അതിനെ കുറിച്ച് ഞാൻ റൂൾ നമ്പർ 2 പറയാം. അപ്പൊ എഴുതിക്കോളൂ റൂൾ നമ്പർ 2. Simple present tense is used for, this tense is used for, this tense is used for scheduled events in the future. Scheduled, scheduled, scheduled events in the future. This tense is used for scheduled events in the future. Okay, other example ആണ് the meeting begins at 10 a.m. സ്ക്രീനിൽ കണ്ടോ? Last one. The meeting begins at 10 a.m. എന്താ മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നല്ലേ? 10 മണിക്ക് തുടങ്ങുന്നാ പറഞ്ഞേ. അത് ഫ്യൂച്ചർ ആണ് അല്ലേ? പക്ഷെ നമുക്ക് എന്താ അത് പ്രസന്റിൽ പറയാം, കാരണം അതൊരു സ്കെഡ്യൂൾഡ് ഇവന്റ് ആണ്, തീരുമാനിച്ച കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. For example, the train arrives at 6 p.m. The train arrives at 6 p.m. The train arrives at 6 p.m. Second one, the movie starts at 4 o'clock. The movie starts at 4 o'clock. Okay, these are all events in the future. Already scheduled events are. So we can use simple present tense. Okay. Okay. Rule number 1 and rule number 2. എല്ലാവർക്കും മനസ്സിലായോ? Clear ആണോ? Yes, ma'am. Yeah. Next one, rule number 3. Rule number 3. This tense is also used for. This tense is also used in nana. This tense is also used in story writing to create a drama. This tense is also used in story writing to create drama. എന്താ ഒരു സ്റ്റോറി അല്ല, സ്റ്റോറി പറയുന്നത് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്തതാണ്. ഒരു സ്റ്റോറി എഴുതുന്നത് ഈ ടെൻസ് യൂസ് ചെയ്താണ്. അത് മാത്രമല്ല ന്യൂസ് പേപ്പർ, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Okay. Example എഴുതാ. I walk into the store. I walk into the store. I walk into the store. He walks up behind me. He walks up behind me. He walks up behind me. Then they pull out their guns. They pull out their gun. They pull out their guns and fire. They pull out their guns and fire. You can know. Yes, ma'am. Yes. Meaning പറയാമോ?
ഒരു സ്റ്റോറി പോലെ ഒന്ന് മീനിങ് പറഞ്ഞു നോക്കി. എന്താ മാം മനസ്സിലായില്ല. ഇനി തന്ന എക്സാമ്പിൾസ് 3 തന്നില്ലേ, ആ മീനിങ് ഒന്ന് പറഞ്ഞേ, കണക്ട് ചെയ്തൊന്ന് പറഞ്ഞു നോക്കി. ഐ വാക്ക് ഇൻ ടു ദ സ്റ്റോൾ. സ്റ്റോൾ ആണോ സ്റ്റോപ്പ് ആണോ പറഞ്ഞത്? സ്റ്റോൾ തന്നെയല്ലേ പറഞ്ഞത്? സ്റ്റോർ ഷോപ്പ് എന്തായാലും മതി, സ്റ്റോറോ ഷോപ്പോ. ഞാൻ സ്റ്റോറിലേക്ക് നടക്കുകയാണ്. എന്റെ പുറകിൽ ഒരാള്, അയാൾ പുറകിൽ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് അയാളുടെ ഗൺ പിടിച്ചു വലിച്ച് വെടിവെച്ച് ഷൂട്ട് ചെയ്തു. അവര് ഗൺ പുറത്തെടുത്തു, ഫയർ ചെയ്തു, ഷൂട്ട് ചെയ്തു അല്ലെ. സ്റ്റോറി ഇതുപോലെയല്ലേ വരാം അല്ലെ. സോ ഇവിടെയും നമ്മൾ എന്താ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4 എഴുതാം. ഇതിന്റെ നെഗറ്റീവ്, ഏതൊരു സെന്റൻസിന് നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ ഇത്രയും നേരം നമുക്ക് പറഞ്ഞത് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഐ ആം റൈറ്റിംഗ്, ഐ ആം റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി നെഗറ്റീവ് സെന്റൻസ് നോക്കാം. റൂൾ നമ്പർ 4, നെഗറ്റീവ് സെന്റൻസ്. പറയൂ, നെഗറ്റീവ് സെന്റൻസ് പറയൂ. ഹി ഈസ് നോട്ട് റൈറ്റ്. നോട്ട് വരുമ്പോ he doesn't write the exam. Yeah, correct. He doesn't write the exam. Next. നോബഡി ഹിയർ മീ എന്ന് പറയുമ്പോൾ നോബഡി നെഗറ്റീവ് ആയിട്ട് വരും. നോബഡി നോബഡി നെഗറ്റീവ് ആണ്. പറയൂ എന്നല്ല. നോബഡി ഹിയർ മീ എന്നൊക്കെ പറയുമ്പോ നോബഡി ഹിയർ മീ. ഈ ഡൂം ഡസ് വെച്ചെന്ന് പറഞ്ഞു. നോബഡി ഹിയർ മീ കറക്റ്റ് ആണ് പറഞ്ഞത്. സെന്റൻസ് വൈസ് കറക്റ്റ് ആണ്. നമുക്ക് ടെൻസ് വൈസ് നോക്കണം. ഓക്കെ, ഇപ്പൊ കാര്യം പറഞ്ഞ പോലെ he doesn't write exam. അതേപോലെ ഞാൻ പറയാലോ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ. I don't like ice cream. Yeah. He does not take books. He doesn't എന്ന് പറയാം. എല്ലാരും നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം. ഡസ് നോട്ട് പറയണ നല്ലത്, ഡസിന്റ് പറയുന്നതാണ്. I did not write notes. ജിൻഷാദ് പറയൂ. I did not write the notes. പാസ്റ്റില്. അതാണ് ടെൻസ്. നമ്മള് പ്രസന്റിലാണ് പറയുന്നത്. ഓക്കെ, പ്രസന്റില് നമ്മള് ഡിഡ് യൂസ് ചെയ്യില്ല. ഡു അല്ലെങ്കിൽ ഡസ്. doesn't like meat. Yeah, doesn't like meat. Next. He does not teach me. And then He does not teach me. she doesn't teach me. പറയാം. നോട്ട് പറ്റുമോ മിസ്സേ കൂടെ? നോട്ട് does not teach me. ഡസ് നോട്ട് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് സംസാരിക്കുമ്പോ കുറച്ചുകൂടെ നല്ല ഡസിന്റെ ആണ്. അതിന്റെ ഷോർട്ട് ആണ്. ഡസ് നോട്ടിന്റെ ഷോർട്ട് ആണ് ഡസിന്റെ. ഓക്കെ, അതുപോലെ ഡു നോട്ടിന്റെ ഷോർട്ട് ആണ് ഡോണ്ട്. സംഭവം കറക്റ്റ് ആണ്, പക്ഷെ ഷോർട്ട് ആക്കി പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. She doesn't come here. Okay. Examples ഒക്കെ എഴുതിയോ? She doesn't goes outing. He doesn't speak English. എന്തോ? He doesn't speak English. He doesn't speak English. Okay. Okay, അപ്പോ ക്ലിയർ അല്ലേ? പ്രസന്റ് ക്ലിയർ ആയോ? സിമ്പിൾ പ്രസന്റ് ക്ലിയർ അല്ലേ?
Yes. Yes, ma'am. അടുത്തത് ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതെല്ലാം പ്രസന്റിലുള്ളതാണ് കേട്ടോ. പ്രസന്റ് ടെൻസ് ആണ് ഇപ്പൊ നോക്കുന്നത്. അതിൽ ഒരെണ്ണം സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ്. റൂൾ നമ്പർ 1 ഏതാ? This tense is used to talk about actions that this tense is used to talk about. This tense is used to talk about. This tense is used to talk about actions that are happening at the present moment. Actions that are happening at the present moment. Actions that are happening at the present moment or around the time of speaking. Around the time of speaking. Around the time of speaking. ഇപ്പൊ എന്താ നമുക്കിപ്പോ എന്താ right now ഇവിടെ എന്താ നടക്കുന്നേ? I am writing. Yeah, so simple. Example എഴുതിക്കോളൂ. I'm writing. Or I'm learning. She's learning എന്നൊക്കെ പറയാം അല്ലേ? പിന്നെ you are learning English. I am listening. Yeah, I'm listening പറയാം. I'm talking to you പറയാം അല്ലേ? Then നിങ്ങളിപ്പോ എവിടെയാ ഇരിക്കുന്നേ? You are sitting on a chair. അല്ലേ? Means as we speak right now, you are sitting on a chair. Not yesterday, not always, but right now. Clear? And structure നോക്കൂ ഇവിടെ. Scale structure നോക്കൂ. എന്താ? Subject plus be plus verb plus ing form. ഇവിടെ ബി എന്താണ്? ഇവിടെ സബ്ജക്ട് എന്തായിരിക്കും? ഇപ്പൊ സബ്ജക്ട് ഇവിടെ ഐ ആണ് വരുന്നെങ്കിൽ നമ്മളെ കൂടെ എന്താ യൂസ് ചെയ്യാം? Am. ഹി ആണെങ്കിലോ? Is. Is. Yeah. യു ആണെങ്കിലോ? Are. ആർ. അതാണ് ബി എന്ന് പറയുന്നത്. മനസ്സിലായോ? സബ്ജക്ട് ഐ ആണെങ്കിൽ ബിയുടെ അവിടെ ആം വരും. ഹി ആണെങ്കിൽ ഈസ് വരും. അപ്പൊ ബി എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ വെർബ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം ടീച്ച് എന്നാണ്. ടീച്ച് ആണ് ഇപ്പൊ ചെയ്തതിന് വെർബ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ? Teaching. ing ഫോം തന്നെ. അപ്പൊ വെർബിന്റെ കൂടെ ing ഫോം തന്നെ. അപ്പൊ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇതേപോലെയാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യാം. ഈ സ്ട്രക്ചർ യൂസ് ചെയ്താണ്. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും എഴുതിയല്ലോ. ക്ലിയർ അല്ലേ? Yes, ma'am. ഇനി എക്സാമ്പിൾസ് വേണോ? വേണ്ടല്ലോ. വേണ്ട. Studying, I'm learning, I'm talking to you ഇതൊക്കെ പറയാം. Then she is planning a vacation. ഒരു എക്സാമ്പിൾ എടുക്കുക. She is planning a vacation. She is planning a vacation എന്ന് പറയുമ്പോൾ എന്താ അതിൽ മെയിൻ ചെയ്യുന്നത്? എന്താ? അവൾ ഫുൾ ടൈമും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണോ? വെക്കേഷന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഫുൾ ടൈം അങ്ങനെ ചിന്തിച്ചാണ് നടക്കുന്നേ? അല്ല, അതൊരു പ്രോസസ്സാണ് അല്ലെ? ആ ഒരു പ്രോസസ്സിലേക്ക് വേണ്ടി പ്ലാനിങ് ചെയ്യുന്നതാണ്. വെച്ചാല് അവിടെ ഓരോ നിമിഷവും പ്ലാനിങ് ആണ് എന്നല്ല പറയുന്നത്. ഓക്കെ, അതൊരു പ്രോസസ്സാണ്. ഇപ്പൊ നമ്മളിപ്പോ ടീച്ചിങ്, നമ്മൾ ക്ലാസ് എടുക്കുന്നു. നിങ്ങൾ ഫുൾ ടൈം ഇപ്പൊ ആം ലേണിംഗ് എന്ന് പറയുന്നത്, ആം ടീച്ചിങ് എന്ന് പറയുന്നത് ഫുൾ ടൈം നടക്കുന്ന ഒരു പ്രോസസ് ആണോ? അല്ല, അറ്റ് ദ മൊമെന്റ്, ആ മൊമെന്റില്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എഴുതൂ. റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2. This tense is used to talk about
This tense is used to talk about a temporary situation. This tense is used to talk about a temporary situation. Temporary. Temporary. Temporary situation. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ് അല്ലെ? Yes. ഇപ്പൊ നിങ്ങള് ഇപ്പോ എന്താ പറയാ, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങള് എന്താ പറയാ, നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറയാ? Studying സ്റ്റഡി hospital administration course. യാ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഫുൾ ഇപ്പൊ ഒരു അങ്ങോട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നല്ല അതിന്റെ മീനിങ്. ഇപ്പൊ നിലവിൽ ഷോർട്ട് ടൈം സിറ്റുവേഷൻ പറയുമ്പോഴല്ലേ മാം ടെമ്പററി സിറ്റുവേഷൻ പറയണ? ഷോർട്ട് ടൈം ആയിട്ടുള്ളത്. ഷോർട്ട് ടൈം ആയിട്ടുള്ളത്. നിങ്ങളിപ്പോ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളിപ്പോ ജോലിക്ക് കയറും അല്ലെ? അപ്പോഴത് ഷോർട്ട് ആണ്. എന്നാലും നമ്മൾ പറയുമ്പോ എന്താണ്? സ്റ്റഡി കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാ പറയുന്നത് അല്ലെ? അതാ പറഞ്ഞേ. ടെമ്പററി സിറ്റുവേഷൻ പറയാനും ഈ ടെൻസ് യൂസ് ചെയ്യും. പിന്നെന്താ? ഐ എം പ്രിപ്പയറിംഗ് എ ഡിന്നർ. ഐ എം പ്രിപ്പയറിംഗ് ഡിന്നർ എന്ന് പറയുമ്പോൾ എന്താ? അത് ടെമ്പററി ആണ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾസ് ഒക്കെ രണ്ടും എഴുതിക്കോളും. അടുത്തത് റൂൾ നമ്പർ 3. This tense is also used to talk about arrangements in the future. Arrangements in the future that are scheduled. അതായത് നമ്മള് നേരത്തെ തീരുമാനിച്ച വെച്ച കാര്യം. ഇപ്പൊ എന്താ, ഞാൻ നാളെ അവിടെ പോകും. ഞാൻ നാളെ അവനെ കാണാൻ പോകും എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചർ ആണ്. പക്ഷെ നമ്മളത് പ്രസന്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോ ഞാൻ നാളെ ദുബായിക്ക് പോകും. ഞാൻ അടുത്ത ആഴ്ച ദുബായിക്ക് പോകും. എന്താ പറയാ? എങ്ങനെയാ പറയാ? ഞാൻ അടുത്ത ആഴ്ച ദുബായിക്ക് പോകും. പറയൂ. I am going to Dubai in next week. Yeah, I am going to Dubai next week. അല്ലെ? അത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണ്. അത് പ്ലാൻ ചെയ്ത കാര്യമാണ്. സോ നമ്മൾ എന്താ, അത് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്താണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇപ്പോ നമുക്ക് ഇങ്ങനെയും പറയാം. വേറെ എന്താ എക്സാമ്പിൾ പറയാ? ഷീസ് ഗോയിങ് ടു ഹോസ്പിറ്റൽ at 2:30 PM എന്ന് പറയും. അവള് 2:30 ഹോസ്പിറ്റലിൽ പോകും. അത് നമ്മൾ എങ്ങനെയാ? ഗോയിങ് അല്ലെ? കണ്ടിന്യൂസ് യൂസ് ചെയ്താ പറഞ്ഞത്. സോ ക്ലിയർ ആണ്. അടുത്തത് റൂൾ നമ്പർ 4. 3 പറഞ്ഞില്ല മാം. 3 സ്കിപ്പ് ചെയ്തു. 3 ആണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ. സോറി. റൂൾ നമ്പർ 4. നെഗറ്റീവ് ഫോം പറയും ഇതിന്റെ. ഇങ്ങനെയാ വരാ. She is not talking to me. Yeah, she's not talking to me. Okay. I am not going to Dubai next week. Okay. Then പറയൂ. കഴിഞ്ഞോ? 2 എക്സാമ്പിളേ ഉള്ളൂ. You are not going to talk him. No? You are not going to talk him. You are not going to talk to me. നീ അവനോട് സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പോയില്ല.
പോയില്ല പോകുന്നില്ല കുഴപ്പമില്ല, സ്ട്രക്ചർ ആയിട്ടാണ്. പിന്നെ പറയൂ. He's not driving. He's not taking medicine. She's not completing homework. Yeah. Then he's not playing with me. Yeah. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞല്ലോ. ഷീസ് നോട്ട് ഡ്രിങ്കിങ് വാട്ടർ എന്ത് വേണമെങ്കിലും പറയാലോ മാം, നോട്ട് വെച്ചിട്ട് വരുന്നത്. എന്ത് വേണമെങ്കിലും പറയാം, കറക്റ്റ് ആയ മാത്രം മതി. ഷീസ് നോട്ട് ഡാൻസിങ് വിത്ത് മീ. യാ, ക്ലിയർ ആയല്ലോ, മനസ്സിലായില്ലേ ഇപ്പോ? യെസ് മാം. അത്രയും മതി, മനസ്സിലായ മാത്രം മതി എനിക്ക്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. Her hair. എന്തോ? She is combing her hair. അത് പോസ്റ്റ് ചെയ്യല്ലേ? ഓക്കെ, പോസ്റ്റ് വേണമെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. പറയൂ. I am not planning to go abroad. നിങ്ങൾ എന്തായാലും പറയുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് വലിയ കാര്യം. നീ പറയുന്നുണ്ട് ആരെങ്കിലും? നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് സംസാരിക്കണ്ടേന്നല്ലേ? കുറച്ചുകൂടെ കഴിയും, ക്ലാസ് കഴിയും. പിന്നെ നമ്മൾ ഫുൾ ടൈം കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ ഓക്കെ. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് നോക്കാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, കണ്ടിന്യൂസും കഴിഞ്ഞു. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. ഹെഡിങ് ഏതാ? പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, റൂൾ നമ്പർ 4 പറഞ്ഞായിരുന്നോ മാം? റൂൾ നമ്പർ 4 ആണ് നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ. ഓക്കെ, അടുത്ത ഹെഡിങ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. Rule number 1. This tense is used to describe actions. This tense is used to describe actions or events that started in the past. That started in the past and have consequence in the present. Consequence. 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 COSEQUENCE. Consequence. തൊട്ടൊന്നോട് പറയോ? No. ആദ്യം തൊട്ടൊന്നോട് പറയോ? This tense used to describe actions or events that started in the past and have consequence in the present. And have consequence in the present. Okay, meaning ഒന്ന് പറഞ്ഞേ. എന്താണ് മുന്നേ ചെയ്തിരുന്ന ഒരു കാര്യം കൊണ്ട് ഇപ്പം അതിന്റെ കോൺസിക്വൻസ് അനുഭവങ്ങൾ ഉണ്ടാവുന്നു, ഇപ്പൊ അതിന്റെ പരിണാമ ഫലങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്നു. പാസ്റ്റിൽ സംഭവം പ്രസന്റില് പറയുന്നതാണോ? പാസ്റ്റ് നടന്ന സംഭവം പ്രസന്റിൽ പറയുന്നതാണ്, കറക്റ്റ് ആണ്. അത് അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ പ്രസന്റിൽ അത് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മാം, അപ്പം he didn't wear mask yesterday, that's why he is suffering. ഡിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രസന്റ് അല്ലേ. ഡിഡ് യൂസ് ചെയ്ത് പറയുന്നത് നമ്മൾ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നത്. ഇത് പ്രസന്റ്. ഓക്കെ, നമ്മൾ പ്രസന്റിൽ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെ ആണെങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ ഈ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എഴുതൂ.
She has lost her keys. She has lost her key. അവളുടെ താക്കോല് നഷ്ടപ്പെട്ടു. പാസ്റ്റ് ആണ് അല്ലെ? She has lost her key. She lost the key in the past, but it's impacting her current situation. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരു സാധനം നഷ്ടപ്പെട്ടാൽ അതിന് വിഷമം ഉണ്ടാവോ? Yes, ma'am. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയുടെ സ്ക്രീനിൽ നോക്കൂ. സബ്ജക്ട് നോക്കൂ. സബ്ജക്ട് Plus. has or have. Then past participle, അതായത് V3 ഫോം. ഒരു ബേസ് ഫോമിന്റെ V3 ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്കത് പാസ്റ്റിൽ നടന്ന കാര്യമായിട്ട് മനസ്സിലാവാം. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ പോലെ ഡിഡ് യൂസ് ചെയ്താല് അത് ഫുള്ള് പാസ്റ്റ് ആയി പോകും. മനസ്സിലായോ? ഇവിടെ എന്ന് വെച്ചാല് അതിന് പകരം ആ വെർബ് പാസ്റ്റ് ആയി യൂസ് ചെയ്തത്. ക്ലിയർ ആയില്ലേ? ലോസ്റ്റിന്റെ പാസ്റ്റ് ആണ് ലോസ്റ്റ്. ക്ലിയർ ആയോ ഇപ്പോ? Yes, ma'am. യാ. അപ്പോ ഇപ്പൊ ഗോയ് ആണെങ്കിലോ? Gone. ഡ്രിങ്ക് ആണെങ്കിൽ Drank. ഡ്രങ്ക്. Drunk. അപ്പൊ ഇവിടെ ഐ യു വി ദേ ആണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ. ഐ യു വി ദേ ആണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഹാസ്. ക്ലിയർ? നമ്മളവിടെ പ്രസന്റില് സിമ്പിൾ പ്രസന്റും കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ പ്രസന്റിൽ നമ്മൾ ഡു ഡസ് യൂസ് ചെയ്തു. ശ്രദ്ധിച്ചായിരുന്നോ? ഡു ഡസ് യൂസ് ചെയ്തത്. ഓക്കെ. അത് കണ്ടിന്യൂസിൽ വരുമ്പോ ഡു ഡസ് യൂസ് ചെയ്യണില്ല. കണ്ടിന്യൂസ് ഫോമിൽ പറയുമ്പോ അത് ഡു നമ്മൾ പറയാറില്ല, ഡസ് പറയാറില്ല അല്ലെ? ഷീസ് റൈറ്റിംഗ്, ദേ ആർ പ്ലേയിങ് അങ്ങനെ പറയാറ്. ഈസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി വന്നപ്പോഴോ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? Clear, ma'am. Yeah. And examples, for examples എന്ന് പറയൂ. കംപ്ലീറ്റ് ആയപ്പോ I have drank water. I have അങ്ങനെ വരില്ലല്ലേ? ഇമ്പാക്ട് ഒന്നും വരില്ലല്ലോ. കംപ്ലീറ്റ് ആയ കാര്യം പറയുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഷി ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. അതിന്റെ ഇമ്പാക്ട് പ്രസന്റിലും വരും. ശരിയല്ലേ? I have completed medical coding. I have completed. Yeah, correct. മെഡിക്കൽ കോഡിംഗ് പഠിച്ചാണോ? അതെ. Yeah, good. Then വേറെ എക്സാമ്പിൾ പറയൂ. She has lost her hair. Lost വരില്ല, lost ആണ്. Okay. V1, V2, V3 ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയോ? The poet has written romantic poems. Yeah. V1, V2, V3 ഫോം ഒക്കെ അറിയോ നിങ്ങൾക്ക്? കുറച്ചൊക്കെ എല്ലാം അറിയാലോ. ഏകദേശം ഒക്കെ അറിയാം. ആണോ? എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമുണ്ടോ? മാം കുറച്ച് വേർബിന്റെ V1, V2, V3 പറഞ്ഞുതരാൻ പറ്റുമോ? Okay, ma'am. She has passed her exam. Yeah. അപ്പോ റൂൾ നമ്പർ 1 ക്ലിയർ അല്ലേ? നമുക്ക് റൂൾ നമ്പർ 2 പോവാം. റൂൾ നമ്പർ 2. This tense used to talk about. This tense used to talk about events. Used to talk about events that started in the past. Events that started in the past.
This tense is used to talk about events that started in the past but are incomplete. Incomplete ആയിരിക്കും. But are incomplete. ഇങ്ങനെയും പറയാം. കംപ്ലീറ്റ് ആയതും പറയാം, ഇൻകംപ്ലീറ്റ് ആയതും പറയാം. ഓക്കെ. Incomplete, but are incomplete. Example എടുക്കുന്നു. We have walked 3 kilometers so far. We have walked. We have walked 3 kilometers so far. Meaning എന്താ വരാ? 3 കിലോമീറ്റർ ദൂരത്തോളം വാക്ക് ചെയ്തു. ഞങ്ങൾ ഇതുവരെ 3 കിലോമീറ്റർ നടന്നു. മീൻസ് പാസ്റ്റിൽ തുടങ്ങിയതാണ്. ഓക്കെ. പ്രസന്റ് ആയിട്ടും കംപ്ലീറ്റ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? അതായത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യം പ്രസന്റിന് കണ്ടിന്യൂ ചെയ്യും. അത്രേ ഉള്ളൂ ഇതിന്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും നോക്കിയേ. പറയൂ. ഐ ഹാവ് റൈറ്റിംഗ് ഫ്രം എന്ന് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും മാം? അതായത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചു നേരം മുന്നേ തൊട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പം ഫ്രം എന്ന് വരാൻ പറ്റുമോ ചോദിച്ചതാ. സെന്റൻസ് പറയും. ഐ ഹാവ് റൈറ്റിംഗ് ദ എസ്സേ ഫ്രം 12 o'clock. I have writing essay from 12 o'clock. അല്ല, റൈറ്റ് അല്ല, സോറി, റൈറ്റിംഗ് അല്ല, റിട്ടൺ. I have written essay from 12 o'clock. essay from 12 o'clock. Notes ആയാലും പറയാലോ. So he has not able to complete his correction. നോട്ട് വരാൻ പറ്റുമോ മാം? നെഗറ്റീവ് ഫോം വരാൻ പറ്റുമോ? No, നെഗറ്റീവ് ഫോം വരാം. നെഗറ്റീവ് ഞാൻ അടുത്ത നമ്മൾ പറയും. She has played badminton. She has played badminton. She has played badminton. Yes. Yeah. Complete അല്ല. Okay. തുടങ്ങി, പാസ്റ്റ് തുടങ്ങി, but ഇപ്പോഴും കംപ്ലീറ്റ് അല്ല. He has returned. Yes. പറയൂ. He has read different type of books. He has read Different kind of books. read ആണോ? I have ate lunch. I have ate lunch. Ate. അപ്പൊ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ അങ്ങനെ പറ്റുമോ? കഴിഞ്ഞിട്ടില്ല, കുറെ നേരമായിട്ട് ഇരുന്നോണ്ടിരിക്കും. സ്ലോ ഈറ്റേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ മാം, അപ്പം കഴിച്ചോണ്ടിരിക്കാലോ. കൊള്ളാം. അപ്പൊ റൂൾ നമ്പർ 2 ക്ലിയർ ആയില്ലേ? യെസ് മാം. ഞാൻ കുറച്ച് നേരമായിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാണ് മാം പറയാം? വീണ്ടും പറയാം.
I have cleaned the floor for some time, for 1 hour. for 1 hour. For 1 hour. I have cleaned. I have cleaned the floor. I have cleaned the floor. 3 hours so far. last 3 hour To the, അങ്ങനെ he വരും has gone to the library. എന്തോ He has gone to the library. we have He has gone to the library. he has gone to the library. അതെങ്ങനെ വരും? ഫാസ്റ്റ് ആണെന്ന കാര്യം പോയി അവൻ ലൈബ്രറി പോയി എന്നല്ലേ പോയിട്ടുണ്ട്. They have studied 5 chapters from yesterday. അത് വരോ? യെസ്റ്റർഡേ മുതല് 5 പഠിച്ചുകൊണ്ട് ഇവിടെ ഞാൻ പറയട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് ഇവിടെ വരില്ല കേട്ടോ. എന്ത് പ്രവൃത്തി ചെയ്യുകയാണ് എന്നുള്ള മീനിങ് വരില്ല. ചെയ്തിട്ടുണ്ട് എന്നാണ് വരാ, പാസ്റ്റ് ആണ് വരാ. സോ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ സെന്റൻസ് പറയണം. മനസ്സിലായോ? ഞാൻ ഇതുവരെയും ഇത്ര ചാപ്റ്റർ പഠിച്ചു, അങ്ങനെയാ വരാം. പഠിച്ചിട്ടുണ്ട്, പഠിച്ചു എന്നൊക്കെയാണ് വരാം, പാസ്റ്റ് ആണ്. ആ പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മള് സ്റ്റഡീഡ്. she has finished her work. She has finished her work. Not yet. അല്ലെങ്കിൽ work yet അതിന് കൂട്ടിച്ചേർക്കാം. She has finished work yet ആണ് പറയുന്നത്. ചില ഇതുവരെയും ഇതുവരെ അങ്ങനെ ഒരു മീനിങ് അവിടെ വരണം. അപ്പൊ കുറച്ചൊരു കംപ്ലീറ്റ് ആവും. ഓക്കെ, അടുത്തത് റൂൾ നമ്പർ 3. എക്സാമ്പിൾസ് ഒന്ന് പറയാം മാം. എക്സാമ്പിൾസ് വേണോ അതിന്റെ? എക്സാമ്പിൾ തന്നേക്കും മാം. I have met a lot of people in the last few days. I have met a lot of people in the last few days. അവിടെ എപ്പോഴും എൻഡിങ് വരുത്തണം കേട്ടോ. അപ്പൊ കുറച്ച് സെന്റൻസ് കുറച്ച് ഇതാവും, കംപ്ലീറ്റ് ആവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു. ഓക്കെ മാം, ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്ന് പറയൂല, ആ കുറെ നേരമായിടെ ഒന്ന് ഇംഗ്ലീഷ് പറയോ? ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. കണ്ടുപിടിക്കണം, എന്നാലേ നിങ്ങളൊക്കെ പിടിക്കുള്ളൂ. ഇതൊന്നും കംപ്ലീറ്റ് ആയില്ല. അപ്പൊ ഇതുവരെ ക്ലിയർ ആയോ? എന്താ കുറെ നേരമായി എന്നാണ് പറയുന്നത്? ആരാ ചോദിച്ചേ? ഷിഫ്നത്തിന് ഡൗട്ട് പറഞ്ഞേ, കേക്കട്ടെ ഞാൻ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്ന് പറയുമല്ലോ. ആ കുറെ നേരം I'm waiting for her for many hours. ഞാൻ പറയട്ടെ, നിങ്ങളോട് പറയട്ടെ. ഇപ്പൊ ഈ ടെൻസ് ഇപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞു പെർഫെക്റ്റ്, അത് നമ്മളിപ്പോ ചില കാര്യങ്ങൾ പറയുമ്പോ ഈ ടെൻസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? നമ്മള് ചിലപ്പോ ഷോർട്ട് ആക്കി പറയും. മനസ്സിലായോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ ഷിഫ്നത്തിന്റെ ഡൗട്ട് ഷിഫ്നത്ത് നോക്കി ക്ലിയർ ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാനിപ്പോ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷെ എന്റെ കീബോർഡിൽ ഒരു കാര്യം റെഡിയാക്കാനുണ്ട്, അപ്പൊ അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് എന്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കംപ്ലീറ്റ് ആകാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഇതുവരെ എടുത്തത് മനസ്സിലായില്ലേ? Yes ma'am. റൂൾ നമ്പർ 2 വരെയും കംപ്ലീറ്റ് ആയില്ലേ? Yes ma'am. Yes, ma'am.
അതിന് ഇതിന് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഈ ടെൻസ് നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ യൂസ് ചെയ്യും. അതുകൂടെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എക്സ്പീരിയൻസ് പറയാൻ യൂസ് ചെയ്യും. പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ക്ലിയർ? നമുക്ക് മൈൻഡ് ചെയ്താലോ? ഓക്കെ മാം. യെസ് മിസ്. ഓക്കെ, എല്ലാവരും പോകാൻ മാം തയ്യാറായിട്ട്. നെഗറ്റീവില് ഷീ ഡിഡിൻ അല്ല she hasn't paid the അങ്ങനെ വരുള്ളൂ. വരില്ലേ? ഓക്കെ മാം. ഓക്കെ, ക്ലിയർ അല്ലേ? മൈൻഡ് ചെയ്യാം. Yes, ma'am. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഓൾ. മാം ഇതില് റൂൾ നമ്പർ 3 ഇല്ല. റൂൾ നമ്പർ 3 നെഗറ്റീവ് മാത്രം, 4 ഇല്ല. റൂൾ നമ്പർ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത്ര റൂൾ നമ്പർ 3 ആണോ? അല്ല, ഇപ്പൊ പറഞ്ഞത് റൂൾ നമ്പർ 2 ആയിരുന്നു. പിന്നെ മാം പറഞ്ഞു നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞത് റൂൾ നമ്പർ 3 ആണ്. റൂൾ നമ്പർ 3 ലൈഫ് എക്സ്പീരിയൻസ് പറയും. ലൈഫ് എക്സ്പീരിയൻസ് അതായത് ഞാൻ ഇത്ര കൺട്രി, ഇത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഐ ഹാവ് ട്രാവൽഡ് ടു 20 കൺട്രീസ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും സ്ഥലത്ത് പോയിട്ടുണ്ട് അങ്ങനെ പറയാം. വേറെ എക്സാമ്പിൾ ഇരിക്കുന്നു. ഐ ഹാവ് ട്രാവൽഡ് ടു 20 കൺട്രീസ്. ഓക്കെ, അതേപോലെ പറയാം. പിന്നെ ഷി ഹാസ് ബീൻ ടു കാനഡ 3 times. എക്സ്പീരിയൻസ് പറയാൻ ഈ ടെൻസ് യൂസ് ചെയ്യാം. അത്രയും മനസ്സിലാക്കും. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഓക്കെ മാം. പിന്നെ നെഗറ്റീവ് റൂൾ നമ്പർ 4 നെഗറ്റീവ് ആ വരുന്നത്. അതായത് ഹാവിറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, എഴുതാൻ പറ്റുമോ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ മാം. ഹോംവർക്ക് ആണ്. His passport. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.